നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ ചാനലിലൂടെ പറയുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് വിഷുഫലത്തിലൂടെ പറയണേ. അതായത് മേടമാസം തൊട്ട് മീനമാസം വരെ വരുന്ന ഉണ്ണിയറ്. എന്തുകൊണ്ട് വിഷുഫലത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഉലകത്തിൻ്റെ നാഥനാണ് സൂര്യൻ, പ്രപഞ്ചനാഥനാണ് സൂര്യൻ. എല്ലാ ഓജസ്സും ജീവൻ പ്രദാനം ചെയ്യുന്ന ആളാണ് സൂര്യഭഗവാൻ. ആ സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് മേടമാസം. അതുകൊണ്ടാണ് ഏറ്റവും ജ്യോതിഷികളും ആചാര്യന്മാർ മേടമാസത്തെ തൊട്ട് വിഷു ഫലത്തെ ഏറ്റവും പ്രാധാന്യം കൊടുക്കണേ. ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇത് ഓരോ രാശിക്കാരെ ഈ ഒരു വർഷം എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് കർക്കിടക രാശിക്കാരുടെ വാർഷിക ഫലമാണ്. കർക്കിടക രാശിക്കാരുടെ വിഷുഫലത്തെയാണ് നമ്മൾ നോക്കാൻ പോണേ. കർക്കിടക രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അതായത് അവസാനത്തെ കാൽഭാഗം. പൂയം, ആയില്യം, ഇങ്ങനെ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ശരിക്ക് കർക്കിടക രാശി. കർക്കിടക രാശിക്കാർക്ക് കുറച്ച് ഗുണപ്രദമാണെങ്കിൽ പോലും അതുപോലെ ദോഷപ്രദമായ കുറച്ച് അവസ്ഥകളും വന്നു ചേരും. ഗുണപ്രദമായ അവസ്ഥ എന്ന് പറയാൻ കാരണം എന്താണ്? കഴിഞ്ഞ പീരീഡുകളിൽ നിങ്ങൾക്ക് കണ്ടകശനി, അഷ്ടമശനി, ശനി 2 രൂപത്തിൽ നിൽക്കുകയായിരുന്നു. കണ്ടകശനി തീർന്ന് അഷ്ടമശനിയിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ ഏകദേശം 5 വർഷക്കാലമായിട്ട് നിന്ന ശനി നിങ്ങളെ വിട്ടു പോവുകയാണ്. അപ്പോൾ കണ്ടകശനി, അഷ്ടമശനി അവസാനിക്കുന്നു. അത് നമുക്ക് സന്തോഷത്തിന് വഴിതെളിക്കുന്ന കാര്യമാണ്, തടസ്സങ്ങളെ മാറ്റിത്തരുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ തടസ്സം മാറി. ശനി എപ്പോഴും മന്ദൻ എന്നാണ് ശനിയെ വിളിക്കുന്നത്. മന്ദൻ എന്ന് പറയുമ്പോൾ മാന്യം വരുത്തുന്നവൻ, എല്ലാ കാര്യങ്ങളെയും ഡിലേ വരുത്തുന്നവൻ. അപ്പോൾ ആ ഡിലേ ഒക്കെ മാറി കാര്യങ്ങൾ അനുകൂലമായി വരേണ്ട സമയത്ത് വ്യാഴം, പ്രപഞ്ചത്തിൻ്റെ സമ്പന്നൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കുബേരൻ എന്ന് പറയുന്ന ആരെന്ന് ചോദിച്ചാൽ വ്യാഴത്തിനെയാണ്. വ്യാഴഭഗവാനാവട്ടെ ഈ കൂറുകാർക്ക് 12ലേക്ക് മറഞ്ഞ് നിൽക്കുകയാണ്. 12ലേക്ക് മറഞ്ഞ് ഏകദേശം വർഷക്കാലം നിൽക്കും. മറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പത്താണ് വ്യാഴം. അപ്പോൾ സാമ്പത്തികമായി കുറച്ച് ഞെരുക്കം ഉണ്ടാവും. കാര്യതടസ്സമൊക്കെ മാറി കാര്യങ്ങളൊക്കെ ഭംഗിയായിരുന്ന സമയത്തിലേക്ക് വരികയാണ് എങ്കിൽ പോലും സാമ്പത്തികമായി മന്ദതയുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങൾക്ക് ഡിലേ വരും. സാമ്പത്തിക കാര്യങ്ങൾക്കെല്ലാം ഡിലേ വരും. മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, പക്ഷേ സാമ്പത്തിക കാര്യത്തിൽ കയ്യിൽ കിട്ടുന്ന പലതും വായി കിട്ടാതെ വരും. 100 വരുമ്പോൾ 150ൻ്റെ ചിലവ് വരും. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ പുതിയ സംരംഭങ്ങളിൽ കൈവയ്ക്കുന്നത് അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചായിരിക്കണം. അല്ലാതെ നമുക്ക് പഠിത്തത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ ഒക്കെ ഈ സമയം കൊള്ളാം. കാരണം നമ്മൾ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ മുടക്കുന്ന പൈസ ഉടനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഒരു അസറ്റായിട്ട് അവിടെ നിലനിൽക്കും. അത് കുഴപ്പമില്ല, പൈസ അവിടെ നിലനിൽക്കും. അതിനു വേണ്ടി ഈ ഒരു വർഷം നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം. വീടുമാവും, നമുക്ക് കുറച്ച് ലൈബിലിറ്റിയും വരും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾക്കെപ്പോഴും നമ്മളുടെ സമയത്തിനെ ആസ്പദമാക്കി ഓരോ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവനാണ് മിടുക്കൻ. അല്ലാതെ ഞാൻ സമയമൊന്നും നോക്കത്തില്ല, എനിക്ക് തോന്നുന്ന സമയത്തേ പോവുള്ളൂ. കാരണം നമ്മളിപ്പോൾ ജീവിതയാത്രയാണ്. യാത്രയിൽ പോകുമ്പോൾ ഉള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ വഴികളിൽ വരുന്ന തടസ്സങ്ങളെയാണ് ഈ വ്യാഴമാറ്റമായിട്ട് ശനിമാറ്റമായിട്ടും എന്നൊക്കെ നമ്മൾ പറയണേ.
അപ്പോൾ ഈ വ്യാഴം മാറ്റം വരുന്നു വെച്ചാൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ സമ്പത്ത് ബ്ലോക്കായി നിൽക്കുകയും സാമ്പത്തികൻ്റെ അതായത് അടുത്ത സമയത്തൊന്നും ബാങ്കുകളില്ലെന്നാണ് ഒറ്റയൊക്കെ പറഞ്ഞാൽ ദൂരോട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ കുറേ കൂടി സഞ്ചരിച്ചാലേ നമുക്ക് യഥേഷ്ടം പൈസ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഓവർ ഇൻവെസ്റ്റ് ചെയ്യാനോ പുതിയ ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ ശ്രമിക്കുന്നവർ സൂക്ഷിച്ചായിരിക്കണം ശ്രമിക്കേണ്ടത്. പിന്നെ കൂട്ട് ബിസിനസ്സൊക്കെ ആണെങ്കിൽ നമ്മളെ പോലെ നല്ല സമയം നമുക്ക് സമയം മോശമാണെങ്കിൽ പോലും നല്ല സമയം നിൽക്കുന്ന ഒരാളിനെയും കൂടി ചേർന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇതങ്ങ് മാറ്റം വരും. എങ്കിൽ തന്നെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മക്കളും ചേരുന്നതാണ്. ഭർത്താവ് ഡ്രൈവറെങ്കിൽ ഭാര്യ കോ ഡ്രൈവറാണ്. ഒരു കുടുംബത്തെ ഡ്രൈവ് ചെയ്യുമ്പോൾ, കുടുംബം എന്ന് പറഞ്ഞാൽ വീട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഭർത്താവ് ഡ്രൈവറും ഭാര്യ കോ ഡ്രൈവറുമാണ്. മക്കളാവട്ടെ വണ്ടിയിലെ യാത്രക്കാരാണ്. ഇതിൽ ഓട്ടിക്കുന്ന ഡ്രൈവർക്ക് സമയം മോശമാണെങ്കിലും മറ്റുള്ളവരുടെ നല്ല സമയം കൊണ്ട് ഇവരും കൂടി പിടിച്ചു പോകും. അപ്പോൾ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് നല്ല സമയം നിന്നാൽ ഇതിനെയൊക്കെ 50% പരിഹരിക്കപ്പെടുമെന്നാണ്. എന്നാലും ഈ വ്യാഴത്തിൻ്റെ മാറ്റഭാവം നമ്മൾ ത്രൂ വരുന്ന ധനത്തിൻ്റെ ഒക്കെ ബ്ലോക്ക് വരും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. മറ്റ് വീട് വെക്കാനോ വസ്തു മേടിക്കാനോ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. അതൊക്കെ വിജയത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ ഇതുപോലെയുള്ള വീഡിയോകളും അതുപോലെ യൂട്യൂബ് ലൈവും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളിൽ യഥാസമയത്ത് എത്തുന്നതിന് നിങ്ങൾ ശരിക്ക് ബെൽ ബട്ടണും കൂടി അമർത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാ കർക്കിടക രാശിക്കാർക്കും വിഷുഫലം ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞു. ഒന്നും വരാതെ എല്ലാം സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.